അവരുടെ സൈന്യത്തിന് നേരെ രണ്ടാ ഇപ്പൊ ചെയ്യുന്നത്. ഇതെന്തോ യുദ്ധം അടുത്ത ഇതെന്തോ യുദ്ധമാണ്. യുദ്ധത്തിന് വീരനീയമായിട്ട് നിൽക്കുക, വാളും പരിചയമായിട്ട് വരിക. ഇവിടുത്തെ വാളും പരിചയം എന്തോ പാടുക, അവനെ വാഴ്ത്തുക. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇപ്പൊ ബന്ധമായി തീർന്നു. പാട്ടായി മാറി, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പാട്ടായി മാറുമ്പോ ശത്രു ശവമായിട്ട് മാറും. നിന്റെ പ്രാർത്ഥന പാട്ടായിട്ട് വരുമ്പോൾ അവനെ സ്തുതിക്കുമ്പോൾ നീ പാട്ട് പാടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിനക്കെതിരായി നിൽക്കുന്ന ശത്രു ശവമായി മാറും. നമുക്ക് ഈ പ്രീ അങ്ങ് നിർത്താൻ പോകണം. സ്വത്രം എത്ര പ്രീ ഉണ്ട്? 3 പ്രീ. എന്തൊക്കെയാണ്? ഇല്ലെങ്കിൽ 3 പായ എന്തൊക്കെയാണ്? പ്രതികൂലം, പ്രതികൂലം എന്തായിട്ട് മാറണം? പ്രാർത്ഥന എന്തായിട്ട് മാറണം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കും. പ്രതികൂലത്തിൽ പിറുപിറുക്കുന്ന പ്രീ കൊണ്ടുവരാതിരിക്കണം. സ്വത്രം പ്രതികൂലത്തിൽ എന്ത് കൊണ്ടുവരണം? പ്രാർത്ഥന കൊണ്ടുവരണം. മറ്റേ പി എന്താ? മറ്റേ പി എന്തോടാ? പിറുപിറുപ്പ്. അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. ആ പിറുപിറുപ്പുള്ള പി മാറ്റിയിട്ട് പ്രാർത്ഥനയാകുന്ന പി ഇടാണെന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന എന്തായിട്ട് മാറും? ആർക്കായിട്ട് മാറും. സ്വത്രം സ്വത്രം. അപ്പോസ്തല പ്രവർത്തിക്കാത്ത നിങ്ങൾക്ക് എല്ലാം പ്രസിദ്ധമായിട്ടുള്ള ഇതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ഓർമ്മിപ്പിച്ച് പോകുന്നുള്ളത്. സ്വത്രം അതിന്റെ 16-ാമത്തെ അധ്യായം. സ്വത്രം വലിയ പ്രതികൂലത്തിലായിരുന്നു. സ്വത്രം ലോകത്തിൽ ഒരു മനുഷ്യനെ കിട്ടാത്ത അടിയൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. സ്വത്രം അടി കിട്ടിയതാണെന്ന് പിന്നെയും കൊണ്ടുമില്ല. ആമത്തിലായി ഇട്ടിരിക്കുന്നു. സ്വത്രം ചങ്ങലയിട്ട് ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷന് അടി വാങ്ങിച്ച് 2 ശുശ്രൂഷകന്മാരും ശരിയായിട്ട് അടി വാങ്ങിച്ചിട്ടുണ്ട്. അടി വാങ്ങിയത് മാത്രമല്ല, സ്വത്രം അവരെ എന്ത് ചെയ്തിരിക്കുകയാണ്? ചങ്ങലയിട്ട് മൂട്ടി വെച്ചിരിക്കുന്നത് മാത്രമല്ല, കാവൽ ആളെ നിർത്തിയിട്ടുണ്ട്. സ്വത്രം സ്വത്രം ശത്രു അവർ ആപത്തിലാക്കിയത് മാത്രമല്ല, അവരുടെ കാവൽ പട്ടാളത്തെ വരെ ആക്കി വെച്ചിരിക്കുകയാണ്. അകത്ത് സ്ഥലത്തിലാണ് അവരെ പൂട്ടിയിട്ടിരിക്കുന്നത്. അവർ ആ പ്രതികൂല സാഹചര്യത്തിൽ അവര് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവരുടെ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സ്വത്രം അതിന്റെ 24-ാമത്തെ വാക്യം വായിച്ചു. അവരിങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്ത് തടവിലാക്കി. അവരുടെ ആമത്തിലിട്ട് പൂട്ടി. പിന്നെ അർദ്ധരാത്രിക്ക് പൗലോസും സീലോസും പ്രാർത്ഥിച്ചു. അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ചു. അർദ്ധരാത്രിക്ക് പൗലോസും സീലോസും പ്രതികൂല സാഹചര്യത്തിൽ അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അവര് പെരുമറിച്ചില്ല. ഈ പ്രതികൂല സാഹചര്യത്തിൽ ആർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും? എങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആരാധിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ ചർച്ചില് ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നത്. ആ ചർച്ചിലെ സ്വത്രം പ്രതികൂല സാഹചര്യം ഉണ്ടായപ്പോ ഞാൻ കുറച്ചുപേരെ ഇവിടെ വന്നുകൊണ്ടിരുന്ന നമ്മുടെ ഗ്രേസന്മാരെ കൂട്ടി കുറച്ചുപേരെ കൂട്ടിക്കൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അന്നേരം അവിടുത്തെ സെക്രട്ടറികളോട് ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ, ഇവിടെ ഇത്ര വലിയ പാപം നടന്നുകൊണ്ടിരിക്കുകയാണ്, മോനിച്ചാന്റെ ഒരു പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, കുഞ്ഞെ പ്രതികൂലത്തിൽ പ്രാർത്ഥിച്ചാൽ ആരെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥന പാട്ടായിട്ട് മാറും. അവിടുത്തെ പാസ്റ്ററെ വായിക്കുക ഞാൻ നോക്കിയപ്പോ സ്വത്രം അതിനെതിരായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ എഴുന്നേറ്റ് പറയുന്നു. സ്വത്രം സഭാരാധനയെ വിളിച്ച് ഞാൻ പറയുന്നു, പ്രാർത്ഥിച്ച സ്വത്രം ഇടയരെ വെട്ടുവാൻ ഓങ്ങിയ വാള് ഇടയരെ വെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നവർ കൽപ്പിക്കുന്നു. ഒരെണ്ണം വായനക്കീഴെ പറയുന്നു. സ്വത്രം കർത്തൃദാസന് വിരോധമായി എഴുന്നേറ്റ ഒറ്റവെള്ളത്തിന് വായനക്കുവാൻ സാധിച്ചില്ല. പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിക്കരുത്. സ്വത്രം കഴിഞ്ഞ ദിവസം
പാട്ട് തരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വായിൽ പാട്ട് തരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വായിൽ പാട്ട് തരും. ആ നിന്റെ പാട്ട് പ്രാർത്ഥന പാട്ടായിട്ട് മാറും. ഞാൻ എൻ്റെ ജീവിതത്തിൽ രക്ഷയില്ല എന്ന് കണ്ട സ്തോത്രം മദ്യവെച്ച് ഞാൻ നശിക്കുമെന്ന് ചിന്തിച്ച സമയത്ത് സ്തോത്രം എൻ്റെ ഭാര്യയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇതിന് പ്രതിവിധി ഉണ്ടാകുമെന്ന് പറഞ്ഞ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം പ്രാർത്ഥിക്കാനെങ്കിൽ തുടങ്ങി ആ പ്രാർത്ഥന ദേവദാസന്മാരൊക്കെ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. ദൈവം എൻ്റെ നാവിലൊരു പാട്ട് തന്നു. കുഞ്ഞാറ്റിൻ